ദി ഹങ്കർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കിച്ചണിൽ എല്ലാവർക്കും ഒരു തലവേദനയായി മാറുന്ന ക്ലീനിങ് സെക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയിട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു ഐറ്റം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതെന്ന് കാണാം. എല്ലാവരുടെ വീടുകളിലും കണ്ടുവരുന്ന ഇരുമ്പം പുളിയാണ് ഈ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ വിളിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന നല്ലോണം പഴുത്ത ഇരുമ്പം പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയിൽ നല്ലോണം ഇത് അരച്ചെടുക്കണം. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ സിങ്കിൻ്റെ ഇത് നമ്മൾ ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ അരച്ച് വെച്ച ഇരുമ്പം പുളിയും ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തേച്ചുരച്ച് കഴുകാൻ പോവാണ്. ഇതിൽ വേറെ ഒന്നും തന്നെ ചേർക്കാതെ ഈ ഇരുമ്പം പുളിയുടെ ജ്യൂസ് മാത്രം വെച്ചിട്ട് ഈ സിങ്കിലുണ്ടാവുന്ന ഓയിൽ എണ്ണമയം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും എണ്ണയുള്ള പാത്രങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് കഴുകുന്നതുകൊണ്ട് തന്നെ എണ്ണമയം സിങ്കിൽ പറ്റി പിടിച്ചിരിക്കും. അതുപോലെ ചെറിയ ചെറിയ കറകൾ അതൊക്കെ ഈ ഇരുമ്പം പുളിയുടെ ജ്യൂസ് കൊണ്ട് മാത്രം മാറിപ്പോകും. ഇനി നിങ്ങൾക്ക് വളരെ പോവാത്ത അത്രയ്ക്കും കറ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടൈൽസിലോ നിലത്തോ സിങ്കിലോ ഉണ്ടെങ്കിൽ ഈ ഇരുമ്പമ്പുളി ജ്യൂസിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ക്ലീൻ ആക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇതിന് മാത്രമല്ല നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും അതുപോലെ ടൈൽസിൽ കറകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനും നമുക്ക് ഇതേ സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് അരച്ചിട്ട് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേറൊരു ദിവസം ഉപയോഗിക്കണമെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സിങ്ക് അടിപൊളിയായിട്ട് ക്ലീനായി വന്നിരിക്കുകയാണ്. ഇത് സിങ്ക് മാത്രമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇനി ഒരു കട്ടിംഗ് ബോർഡ് എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇതേ മെത്തേഡ് തന്നെ ഇപ്പോൾ ഞാൻ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുള്ള കട്ടിംഗ് ബോർഡാണിത്. അത് നമ്മൾ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് പോവാത്ത കറിയാണെങ്കിൽ അല്പം ബേക്കിംഗ് സോഡ ചേർക്കുക. എന്നിട്ട് നിങ്ങൾ ഉരച്ച് നോക്കും, നന്നായിട്ട് അത് ക്ലീനായി വരും. ഇതേപോലെ തന്നെ ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല. ഈ ഇരുമ്പം പുളിയുടെ ജ്യൂസ് മാത്രമാണ് അരച്ചത്. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതേപോലെ സ്റ്റീൽ ബോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിലത്തെ നമ്മളുടെ ഒരു ക്ലീനിങ് സെക്ഷൻ്റെ തലവേദന ഇതോടുകൂടെ മാറുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.